അരി കുതിർക്കണ്ട, അരക്കണ്ട, പൊടിക്കണ്ട, ഈസി ആയിട്ട് നമുക്ക് അടിപൊളി ഉണ്ണിയപ്പം തയ്യാറാക്കാം. പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊൻകതിറിൻ്റെ ഈസി പാലപ്പം പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഏത് അരിപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. തരിതരിപ്പൊന്നുമില്ലാതെ നൈസായിട്ട് പൊടിഞ്ഞാൽ മതി. ഇനി 2 മൈസൂർ പഴം അല്ലെങ്കിൽ പൂവമ്പഴം അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ റോബസ്റ്റ് പഴമാണെങ്കിൽ അത് ഒരെണ്ണം എടുത്താൽ മതിയാവും. ഇനി അത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതും 1 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 50 ഗ്രാം ശർക്കരയിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഉരുക്കിയെടുക്കാം. ചൂടാറിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇതായിരിക്കണം കൺസിസ്റ്റൻസി. ഇനി ഒരു അരമുറി തേങ്ങയുടെ കൊത്താക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നല്ലോണം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനിവിടെ 3 മണിക്കൂറാണ് വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം ചൂടുള്ളത് കൊണ്ട് തണുപ്പ് ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ 4 മണിക്കൂർ വെക്കേണ്ടി വരും. ഇനി ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. നെയ്യ് നിർബന്ധമായിട്ട് ഒഴിക്കണേ, അതാണ് ഈ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഫുള്ളാവുന്നത് വരെ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മാവ് ഓരോ കുഴിയിലേക്കും ചേർത്ത് കൊടുക്കാം. മിഡിൽ ഭാഗത്തുള്ള ഉണ്ണിയപ്പമൊക്കെ വേഗം റെഡിയായി കിട്ടും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം, കരിഞ്ഞു പോവാതെ നല്ലൊരു ബ്രൗൺ കളറിൽ ടേൺ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം തിരിച്ചു മറിച്ച് നോക്കിയിട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല പുറമേ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഉണ്ണിയപ്പം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് പറയണേ.